എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സ്പെഷ്യൽ കുക്കിംഗ് ഒന്നല്ല, എന്നാലും ചെറിയ കുക്കിങ്ങും പിന്നെ നമ്മളെ വീട്ടിലെ ചുറ്റുവശങ്ങളും എന്നുള്ള രീതിയിലെ കിച്ചണിലെ കലാപരിപാടികളും കൂടിയിട്ടൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു മിനി വ്ളോഗ് പോലൊക്കെ കൂട്ടാം, നമുക്കറിയണ പോലത്തെ ഒരു ലെവലിൽ നമ്മൾ വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമാവുക വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിക്കോളൂ, എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. പിന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുതിട്ടോ, എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കണേ. പിന്നെ പ്ലീസ് എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടാ. അപ്പോൾ അതിന് നമ്മളെ കപ്പൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കപ്പ വെച്ചിട്ട് നമ്മളിന്നൊരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ കപ്പ കിട്ടുമ്പോൾ സന്തോഷമല്ലേ. അപ്പോൾ ഞങ്ങൾ ഒരു തരികിടയിലൊക്കെയാണ് കുഴിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കിട്ടിയില്ല കേട്ടോ. നല്ലപോലെ കാക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല സുഖമായിട്ട് പറിച്ചെടുക്കാനും പറ്റും. പിന്നെ എന്താ പറയുക, ഇതുപോലെ പൊട്ടി പൊട്ടി പോരൊന്നുമില്ല. നല്ല നല്ല കടകൾ കിട്ടിയിട്ടുണ്ടായി, അത് മാറ്റി വെച്ചു. പിന്നെ ഈ പൊട്ടി പൊട്ടി പോകുന്നതാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. നല്ലത് പിന്നെ നാശമാവണ്ടല്ലോ വെച്ചിട്ടേ മാറ്റി വെച്ചു കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പയുടെ ഐറ്റംസൊക്കെ ഒരു പ്രത്യേക. പിന്നെ ഇത് സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കപ്പൊക്കെ ഒരു മഞ്ഞ കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ കിടന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, അതാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ കേൾക്കുന്നത്. ഗ്യാസ് സ്റ്റവ് ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പ വെച്ച് കൊടുക്കാം കേട്ടോ. കപ്പ ഞാൻ വേവട്ടെ. കപ്പ പെട്ടെന്ന് വേവണ കപ്പയാണ് കേട്ടോ. നമ്മൾ കുക്കറിലൊന്നും ഇട്ട് അടിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് വെന്ത് സെറ്റാണ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളികേരം കൊടുന്ന് വെച്ചിട്ട് അപ്പോൾ നമുക്കൊന്ന് ചിരവിയിട്ട് എടുക്കണം. നമ്മളെ കപ്പയിലേക്ക് വേണ്ടിയിട്ടാണ്, കപ്പയിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം ചിരവി എടുത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ. അപ്പം അതിനുള്ള കലാപരിപാടി നോക്കട്ടെ നമുക്ക്. അപ്പോൾ കപ്പൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചിരവി എടുക്കാൻ വേണ്ടിയിട്ടേ കപ്പയുടെ പാത്രം തുറന്ന് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതൊരു എന്താ തിളച്ച് പുറത്തേക്കായിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗമ്മലൊക്കെ ആവുകയെ. അതിന് വേണ്ടിയിട്ടാണ് തുറന്ന് വെച്ച് വേവിക്കുന്നത് കേട്ടോ. കപ്പൊക്കെ നല്ല തിളച്ച് സെറ്റ് ആയിട്ട്. അപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് എന്തോരം ഉപ്പ് വേണം വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഇന്നെന്താണ് സൺഡേ ആയിട്ട് എല്ലാവരും പരിപാടി? എല്ലാവരുടെ വീട്ടിലും ചിക്കനും ബീഫും ഒക്കെ ആയിരിക്കും അല്ലേ. നമ്മൾ അതൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. നമ്മൾ സാധാ നോർമൽ ഫുഡ് ആവട്ടെ എന്ന് വിചാരിച്ചു. നോൺ വെജൊക്കെ ഒഴിവാക്കിയ ദിവസമാണ്. ഇന്ന് നോൺ വെജൊക്കെ കഴിച്ചാൽ മടുപ്പ് വരില്ല നമുക്ക്, അതുകൊണ്ടാണ് നോൺ വെജൊക്കെ ഒഴിവാക്കിയില്ല കേട്ടോ. നാളികേരമൊക്കെ ഒന്ന് ചിരവിയെടുക്കാൻ പോവാണേ. കുറച്ച് നാളികേരം മതിട്ടാ, ഒരുപാടൊന്നും വേണ്ട. ഒരുപാട് ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ലൊരു അടിപൊളി ഐറ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമാവുക വെച്ചാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കും ചെയ്തേ. നമ്മൾ കുറച്ച് നാളികേരും പിന്നെ 2-3 അല്ലി ചെറിയുള്ളിയും പിന്നെ കുറച്ച് ചീനമുളക് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതാ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. കപ്പ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡിഷ് തന്നെയാണിത്, നിങ്ങളൊക്കെ ട്രൈ ചെയ്തോളൂ കേട്ടോ. ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോ നാളികേരൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് കൊള്ളിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കൊള്ളിക്ക് നമ്മൾ കൊള്ളി പറയുന്നത് കപ്പന്നെ കേട്ടാ. ഞങ്ങളിവിടെ കൊള്ളി എന്നും പറയും, കപ്പ എന്നും പറയും, എല്ലാ പേരും പറയും. അപ്പൊ നമ്മള് എന്ത് പേരിട്ടിട്ട് വേണമെങ്കിൽ വിളിക്കാം. എന്തായാലും വളരെ സ്വാദുള്ള ഒരു ഐറ്റാണ്.
നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഉടച്ച് എല്ലാ ഭാഗത്തും നാളികേരൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നിൽക്കട്ടെ. ഇത്തിരി നേരം അപ്പൊ ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ചേരം അങ്ങനെ ഇരിക്കട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മളെ കപ്പൊക്കെ സെറ്റ് ചെയ്യണ്ടിട്ടാ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ കഴിക്കാൻ പോവാണ്. ഇപ്പൊ തന്നെ കഴിക്കാൻ തിരക്കായിട്ട് നിൽക്കണ കേട്ടാ. അപ്പൊ നമുക്ക് നല്ല കട്ടൻ ചായയും കൂട്ടിയിട്ട് അടിക്കാല്ലേ. അപ്പൊ അടിപൊളിയായിട്ടാണ്. എല്ലാരും ട്രൈ ചെയ്തോളൂ. നിങ്ങക്ക് റെസിപ്പി മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടാ. അപ്പൊ അതെ ചായ അപ്പൊ തിളച്ചു വന്നിട്ട് അപ്പൊ ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം അല്ലേ. നല്ലോണം വിഷക്കണുണ്ട് കേട്ടാ. അപ്പൊ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോവാനേ. കുറച്ച് മധുരമൊക്കെ ഉണ്ടായിക്കോട്ടെ അല്ലേ. നമ്മള് കപ്പ കഴിക്കുമ്പോ നല്ല മധുരം വേണ്ടേ. നല്ലോണം തിളച്ച് സെറ്റ് ആയിട്ട് വരട്ടെ. അതെ നമ്മള് പാത്രത്തിലേക്ക് മാറ്റാൻ കേട്ടാ കഴിക്കാൻ വേണ്ടേ. അപ്പൊ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടാ. അപ്പൊ കഴിക്കാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്കൊക്കെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിക്കൊട്ടാം. നല്ല വേവണ കപ്പയാണ് കേട്ടോ നമ്മളെ കപ്പ. നല്ല പൊടിയുള്ള കപ്പയാണ്. അടിപൊളി കപ്പയാണ്. നമുക്ക് വലിയ റിസ്ക് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഈ കപ്പ കുഴിച്ചിടാനൊക്കെ. പെട്ടെന്ന് ഉണ്ടാവും ചെയ്തിട്ടുണ്ട്. ഒരു 6 മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല കപ്പ കിട്ടിയിട്ടാ. എല്ലാരും പറമ്പിലും ഇങ്ങനൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കോളൂ കേട്ടാ. പിന്നെ ഇത്തിരി അച്ചാറ് ഞാനൊന്ന് ടച്ചിങ്സിന് വേണ്ടിട്ട് വെക്കുന്നുണ്ട് കേട്ടാ. ഇത് മാത്രമേ നമ്മുടെ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കട്ടാ. നമുക്ക് ഒന്നുമില്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നെ ഒരു ഇതായിക്കോട്ടെ വെച്ചിട്ട് വെക്കുന്നത് മാത്രം. ഇപ്പൊ നമുക്ക് ചായയും വേണ്ട. അപ്പൊ ചായ നല്ല കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂട്ടിയിട്ട് നമുക്ക് കപ്പ അടിക്കാം അല്ലേ. അപ്പൊ അതെ ഞാനൊന്ന് കഴിച്ചു നോക്കാൻ പോവാൻ കേട്ടോ. എങ്ങനെ ഉണ്ട് നോക്കാല്ലേ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടാ. അപ്പൊ ഓക്കെ, നാളെ പുതിയ വീഡിയോ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.